17 ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫിന് 8ഉം എൽഡിഎഫിന് 7ഉം ബിജെപിക്ക് 2 അംഗങ്ങളുമാണ് ഉള്ളത്. 8 ഡിവിഷനുകളിൽ വിജയിച്ച യുഡിഎഫിൽ 4 വീതം അംഗങ്ങളാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമുള്ളത്. യുഡിഎഫിൽ പ്രസിഡന്റ് പദവിയെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. പ്രസിഡന്റ് പദവിയിലേക്ക് എ.ജി.സി. ബഷീറിന്റെ പേര് ഉയർത്തിക്കാട്ടിയായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രചാരണം. മുസ്ലിം ലീഗ് പ്രതിനിധി പ്രസിഡന്റ് ആവാതിരിക്കാനാണ് ബിജെപിയുടെ നീക്കം. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള ഏത് കാര്യത്തിനും ബിജെപി മുൻകൈയെടുക്കണമെന്നുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ബിജെപിക്ക് ഒരു ഡിവിഷനാണ് ലഭിച്ചത്. ഇത്തവണ ബിജെപി എടനീർ ഡിവിഷൻ നിലനിർത്തുകയും പുതുതായി പുത്തിക ഡിവിഷനിൽ വിജയിക്കുകയും ചെയ്തു. 2 ഡിവിഷനുകളിലും നേരിയ ഭൂരിപക്ഷത്തിനാണ് ബിജെപി അംഗങ്ങൾ വിജയിച്ചത്. 16 ഡിവിഷനുകളുണ്ടായിരുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അതിർത്തികൾ പുനർനിർണയിച്ച് 17 ഡിവിഷനുകൾ ഉണ്ടാക്കിയതോടെയാണ് കഴിഞ്ഞ 15 വർഷമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ എൽഡിഎഫിന്റെ മേധാവിത്വം തകർക്കാൻ യുഡിഎഫിന് കഴിഞ്ഞത്. മീഡിയ 1 കാസർഗോഡ്.